അതുപോലെ സാറേ നമുക്ക് വിവിധതരം ഫോബിയാസ് നമ്മളത് ഓരോരുത്തരെ എങ്ങനെ ബാധിക്കുന്നത്, അതുപോലെ നമുക്ക് അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ. ഈ ഫോബിയ എന്ന് നമ്മളെപ്പോഴും പറയുമ്പോൾ ഈ ഭയത്തെ കഴിഞ്ഞും ഒരു ഹയർ ഡിഗ്രിയാണ്. ഈ ഒരു റിയാലിറ്റി ആയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ഭയം എന്ന് പറയുന്നത്. ഫോബിയ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇറാഷണൽ ഫിയറാണ്. അതായത് പാമ്പിനെ പേടിയാണ്, പക്ഷെ പാമ്പിൻ്റെ പടം കാണിച്ചാലും കൂടെ ദേഹം വയർക്കുക. ഇത് എന്താണ്? ഫോബിയാണ്. സ്പൈഡേഴ്സിനെ ഉള്ള ഇത് ആക്നോഫോബിയ എന്ന് പറയുക. ആക്നോഫോബിയ സ്പൈഡറെ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി സ്പൈഡർ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ അതിനെ ഭയങ്കരമായിട്ട് ഭയപ്പെടും. അതുപോലെ തന്നെ പാമ്പിനെ ഈ ഒഫീഡിയോ ഫോബിയ എന്നാണ് പറയുന്നത്. ഒഫീഡിയോ ഫോബിയ എന്നാണ് പാമ്പിനെ. അകാരണമായി പാമ്പിൻ്റെ പടം കണ്ടാലും കൂടെ ഈ ടി വിയിൽ കണ്ടാൽ കൂടെ നിന്ന് വിളിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ് ഒഫീഡിയ ഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹൈറ്റ്, എനിക്കിതുണ്ടായിരുന്ന ഒരുപാട് ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ, പക്ഷേ ഐ കിൽഡ് ദ ഫിയർ, ആക്രോഫോബിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, വേറെ കാര്യമൊന്നുമില്ല, നമ്മൾ സേഫ് എങ്കിൽ പോലും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രൗഡഡ് സ്പേസിൽ പോകുന്നത്, ചില ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് അത് ഇഷ്ടമല്ല, ക്രൗഡഡ് സ്പേസിൽ പോകുന്നതിന്. അതിന് ഈ അഗോരഫോബിയ എന്നാണ് പറയുക. അഗോരഫോബിയ ഈ ആൾക്കാർക്ക് ഓപ്പൺ സ്പേസിൽ പോകുന്നതിന്. അതുപോലെ തന്നെ ഈ പട്ടീനെ അകാരണമായി പേടിയുള്ളവരുണ്ട്, ഭയങ്കര പേടിയുള്ളവരുണ്ട്. അപ്പോൾ സൈനോഫോബിയ എന്നാണ് പറയുന്നത്, ഈ പട്ടീനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നത്. ഒരു കാര്യമില്ല, പക്ഷെ പട്ടിയെ കണ്ടാൽ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ ഈ തണ്ടർ വരുമ്പം, ലൈറ്റനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആസ്ട്രാഫോബിയ എന്ന് പറയുന്നത്. ഈ ലൈറ്റനിങ് വരികയും ഇടിവെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ഇടിവെട്ടിക്കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുറിക്കകത്ത് അടച്ചിട്ട് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് മുറിക്കകത്തായി പോയി കഴിഞ്ഞാൽ, ചില ആൾക്കാരുണ്ട് മുറി തുറന്നിട്ടിട്ട് ഉറങ്ങത്തുള്ളൂ, ടോയ്ലറ്റും തുറന്നിട്ടിട്ട് മാത്രമേ ടോയ്ലറ്റിൽ പോകുള്ളൂ. ലിഫ്റ്റിൽ അടയ്ക്കുമ്പോഴത്തേക്കും പോകാനായിട്ട് പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഈ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയും. ക്ലോസ്ട്രോഫോബിയ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഡേർട്ടിനെ, അഴുക്കിനെ, ഇല്ലെങ്കിൽ അണുക്കളെ, അതിന് പേടിച്ച് നടക്കുന്നത്, അതുകൊണ്ട് ചില ഭക്ഷണം പോലും കഴിക്കില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും മൈസോഫോബിയ എന്നതിന് പറയുക. ഇതെല്ലാം ട്രീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിപ്പോൾ ഈ ഒരുപാട് ഫോബിയാസ് ഉണ്ട്. ഈ ഇഞ്ചക്ഷൻ നീഡിലിനെ ഭയങ്കര പേടിയുള്ളവരുണ്ട്. അതുപോലെ ഈ ട്രൈപ്പാനോഫോബിയ എന്നതിന് പറയാം, ഇഞ്ചക്ഷൻ നീഡിലിനെ ഭയപ്പെടുന്നതിന്. അതുപോലെ തന്നെ ഈ സോഷ്യൽ സിറ്റുവേഷനെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒരു ആൾക്കാരുടെ മുന്നേ പോകാനായിട്ട് പറ്റും, ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെല്ലാൻ. അപ്പം അത് പറയുന്നത് അപ്പോൾ സോഷ്യൽ ഫോബിയ എന്ന് തന്നെയാണ് പറയുക. അതേപോലെ തന്നെ പിന്നെ വരുന്ന വിചാരിച്ചാൽ നമുക്ക് ഈ ഫ്ലൈയിങ്ങിന് ഒത്തിരി പേരുണ്ട്. ഇന്ത്യ ഏതാ പ്ലെയിനിൽ കയറില്ല. ഇവിടുന്ന് മാതാപിതാക്കൾ ഗൾഫിൽ പോയി കുട്ടി ഉണ്ടായതിന് ശേഷം 10, 15, 20 വയസ്സായിട്ടും കുട്ടി നാട്ടിലേക്ക് വരാതെ ഫ്ലൈറ്റേ കയറില്ല. പല പ്രാവശ്യം ഫ്ലൈറ്റേ കയറുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുന്നതിനകത്ത് ഭയങ്കര ബോളം ഉണ്ടായിക്കളയും. പെട്രോമർ ഫോബിയ എന്ന് മറ്റാണ് പറയുന്നത്. വേണ്ടത് നോക്കിയാൽ മതി, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡെത്തിനെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്, മരണത്തെ. അപ്പോൾ അത് നാഥനോഫോബിയ എന്നാണ് സാധാരണ പറയുന്നതിന്. വലിയൊരു ഫിയർ, ഏറ്റവും വലിയ ഫിയർ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ഫോബിയ എന്ന് പറയുന്നത് ഈ പബ്ലിക് സ്പീക്കിങ്ങിന്. ഇപ്പോൾ ഗ്ലോസോഫോബിയ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഭയമുള്ള ഒത്തിരി പേരുണ്ട്.
ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ലോൺലിനെസ്. അപ്പോൾ മനോഫോബിയ എന്നതിന് പറയുക, മനോഫോബിയ. അതുപോലെ തന്നെ നമുക്ക് ഈ ഡാർക്ക്നെസ്സിനെ പേടിയുള്ളുണ്ട്. അതും എനിക്ക് ഭയം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ അതിനെയും കില്ല് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിക്ടോഫോബിയ എന്നാണ് പറയുന്നത്, ഈ ഡാർക്ക്നെസ്സിനെ ഇത് ചെയ്യുന്നത്. ഇനി ഈ പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് പരാജയത്തെ പേടിച്ചിട്ട് ഒന്നും ചെയ്യല്ലാത്ത ആൾക്കാരുണ്ട്. കഷ്ടമാണ്. അറ്റൈക്കി ഫോബിയ എന്നാണ് പറയുന്നത്, അറ്റൈക്കി ഫോബിയ. അത് ഒന്നും ചെയ്യത്തില്ല അവർ. നമുക്ക് ഛർദ്ദിക്കുമോ എന്ന് പേടിച്ചിട്ട് അത് വലിയ ഇതായിട്ട് അങ്ങനെ ഫോബിയ ഉള്ള ആൾക്കാരാണ്. ഛർദ്ദിക്കത്തില്ല, പക്ഷെ ഛർദ്ദിക്കുമെന്നുള്ള പേടി, അതിൻ്റെ ഫോബിയ. അപ്പോൾ എമിറ്റോഫോബിയ എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെ ഫ്ലവേഴ്സിനെ പേടിയുള്ള ആൾക്കാരുണ്ട്. ഈ ഫ്ലവേഴ്സിനെ പേടിയുള്ളത് ഭയങ്കര രസമല്ലേ, അന്തോഫോബിയ എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനെയും ഫോറിനേഴ്സിനെയും പേടിയുള്ളവരുണ്ട്. അപ്പോൾ സിനോഫോബിയ എന്നാണ് പറയുന്നത്. അപ്പം സിനോഫോബിയ ഉള്ള ആൾക്കാർ മറ്റു രാജ്യത്തുള്ള പണ്ട് കാലത്ത് കൊല്ലുകയൊക്കെ ചെയ്യും. ഇനി ഈ ചില അസുഖം വരുമോ എന്നുള്ള പേടി, ഇല്ല അസുഖം ഇല്ല ഇപ്പം, വരുമോ എന്നുള്ള പേടി, എയ്ഡ്സ് എങ്ങാനും എനിക്ക് വരുമോ. അപ്പം നെസോഫോബിയ എന്നതിന് പറയുന്നത്. അപ്പോൾ ഇതിന് അസുഖം ഉണ്ടോ തോന്നുന്നത് ഇല്ല, അസുഖം വരുമോ എന്നുള്ളത് എന്നുള്ളൊരു ഫോബിയ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ആക്ച്വലി എൻ്റെ ഈ ഉയരത്തോടുള്ള പേടി ഞാൻ വളരെ മനഃപൂർവ്വം ഇതെല്ലാം പഠിച്ചത് അതിന് ശേഷമാണ് ഞാനിങ്ങനെ പോയി ചെയ്തത്. പക്ഷേ എനിക്ക് പിന്നെ എനിക്കൊരു 10-20 വയസ്സുള്ളപ്പോൾ തന്നെ, അപ്പോൾ ഈ നാട്ടുപുറങ്ങളിലൊക്കെ ഇരുട്ടിനോടുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പം ഇരുട്ടിനോടൊരു ഭയമുള്ള കാലത്ത് ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഏലത്തോട്ടമാണ്, ഹൈ റേഞ്ചിലൊരു ഏലത്തോട്ടമാണ്. അപ്പോൾ അവിടെ ഈ ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ ഇരുട്ട് വരാൻ തുടങ്ങും. കാരണം വെച്ചാൽ ഈ അടഞ്ഞു കെട്ടി കിടക്കുവാണല്ലോ. അപ്പോൾ അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടൊരു വണ്ടി വരുമെന്ന് പറഞ്ഞു. അയാളൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു. 5 മണിക്ക് വന്നില്ല. അപ്പം ഈ ഏലത്തോട്ടത്തിൽ തന്നെ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ആവശ്യത്തിന് പോയതായിരുന്നു, ഞാൻ പ്രത്യേക ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പോൾ എന്നെ വിട്ടിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ജീപ്പ് കൊണ്ടുവരും. അപ്പം ഈ പോയ വഴി എനിക്കറിയാം, ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏലത്തോട്ടമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പള്ളിയും സെമിത്തേരിയും, പിന്നെ ഈ കോളറ വന്ന കാലത്തും സ്മോൾ പോക്സ് വന്ന കാലത്തൊക്കെ ആൾക്കാരെ ഇട്ട് ഈ പിന്നെ ലേബർ ലൈൻസ് ഉണ്ട്, അതോടുകൂടിയിട്ട് തീ കൊടുത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരി, അവസാനം അറിയത്തില്ല അങ്ങനെ പോകുന്ന വഴിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫിയറൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്ത് പറയുന്നത്, ഒരു വളരെ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ചെന്ന് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. 5:30 6 നല്ല ഇരുട്ടായി, ആരും വരാതായപ്പോൾ കടക്കാരനെ അടച്ചിട്ട് പോകണം. അപ്പോൾ എനിക്ക് പോവുകയും വേണം. പക്ഷേ അപ്പം അവിടെ അടുത്തെങ്കിലും ഒരു വീട് ചോദിച്ച് കയറി കിടക്കാനുള്ള സൗകര്യമില്ല. കാരണം ഈ ഏലത്തോട്ടത്തിൻ്റെ ഏതോ ഭാഗത്ത് ഇതിൻ്റെ ബംഗ്ലാവും ബാക്കി സ്റ്റോറും ഒക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കരമായ ഇരുട്ട്, അത് നിലാവുള്ള ദിവസമൊന്നും അല്ലതാണ്, റോഡറിയാം. അപ്പോൾ ഞാൻ ഈ കടക്കാരനോട് പറഞ്ഞു എന്നെ സഹായിക്കാൻ, രക്ഷിക്കണം. കടക്കാരൻ പറഞ്ഞു ഞാനിതൊരു പ്രശ്നമില്ല, ഞാനൊരു കാര്യം ചെയ്തു തരാം. ഒരു വലിയ കുപ്പി എടുത്തിട്ട് ആ കുപ്പിക്കകത്ത് അയാൾ നിറച്ച് മണ്ണെണ്ണ ഒഴിച്ചു. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ കുറേ തിരിയെടുത്ത് പിരിച്ചങ്ങ് കയറ്റി അതങ്ങ് ഇറക്കി വിട്ടു. ഇറക്കിയിട്ട് മുകളിൽ നല്ല ടൈറ്റായിട്ട് പിരിച്ചു വെച്ചു. പിരിച്ചു വെച്ചിട്ട് ഇത്ര നീളത്തിലിത് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്ത് പറഞ്ഞാൽ നാളെ നേരം വെളുക്കുന്ന നേരത്തേക്ക് ഇത് കിടത്തില്ല, അത് ഗ്യാരണ്ടിയുടെ, നമുക്ക് ഒരു പ്രശ്നവും പറ്റില്ല, നമ്മൾ നേരെ പോവുക. അയാളിത് പറഞ്ഞു തീർന്നു, സാധനം എനിക്ക് തന്നു, ഒരു തീപ്പെട്ടി തന്നു, കെട്ടുപോയാൽ കത്തിക്കാവുള്ളതാണ്. അപ്പോൾ അയാളുടെ വിശ്വാസത്തിൽ ഞാൻ സേഫാണ്, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പോൾ ഇരുട്ടിന് ശക്തമായ ഭയമുണ്ട്. അപ്പോൾ ഈ തണുപ്പുള്ള സമയമാണ്, നല്ല തണുപ്പുള്ള സമയമാണ്. പക്ഷേ നടന്ന് ഈ കാട്ടിലൂടെ, റോഡുണ്ട് കാട്ടിലൂടെ. അപ്പോൾ ഈ പള്ളി എവിടെയാണുള്ളത്, ശവക്കോട്ട എവിടെയാണുള്ളത്, സൈഡിൽ ആൾക്കാരെ ഇട്ട് പണ്ട് സ്മോൾ പോക്സ് വന്ന് കത്തിച്ച് എവിടെയാണ്, അതൊന്നും നോക്കാൻ പറ്റത്തില്ല. റോഡിൻ്റെ ഇതിൻ്റെ വെളിച്ചത്തിൽ ശകലം മാത്രം കാണാം, ബാക്കിയെല്ലാം നോക്കിയാൽ ഇരുട്ടാണ്.
ആദ്യം എനിക്ക് തോന്നുന്നൊരു 10-500 അടി പോകുന്ന നേരത്തേക്കും ഭയങ്കര സഫോക്കേഷനോ ബോധം കെട്ട് വീഴുമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് നോർമലായി. അത് കഴിഞ്ഞപ്പോൾ 2 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു പ്രശ്നമില്ലെന്ന് തോന്നി. മഴ ഉണ്ടാകുന്ന സമയമല്ല ഏതായാലും. പിന്നെ അങ്ങനെ പോയി ഞാൻ വളരെ ലേറ്റായി ബസ് കിട്ടുന്ന റോട്ടിൽ, ഈ സ്ഥലത്തോടെ ബസ്സില്ല, ബസ് കിട്ടുന്ന റോട്ടിലിറങ്ങി ഇതും പിടിച്ചുകൊണ്ട് നിന്നു. ലേറ്റായി. അപ്പം അതിലെ വന്നൊരു വണ്ടിയിൽ കയറി അടുത്ത ചെറിയ പട്ടണത്തിലിറങ്ങി. പക്ഷെ ആ ഒരു സംഭവത്തോടു കൂടി എന്ത് മാറി? ഒരു ഇരുട്ടിനെ പേടി, ഇരുട്ടിനോടുള്ള ഭയം മാറി. ആ ഒരു സംഭവം ഉണ്ടായില്ലേ ഭയം മാറത്തില്ല. അതെ. അപ്പോൾ അതാണ് എനിക്ക് ഫോബിയെക്കുറിച്ച് പറയാനുള്ളത് നമുക്കുണ്ടാകും. ഇതൊക്കെ നമ്മൾ പാമ്പിനോടുള്ള ഭയം അങ്ങനെയൊക്കെ വരുമ്പോഴും. അതെ, അതിന് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഇത് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലാണ് ഇത് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടില്ല. ഇരുട്ടെന്ന് പറഞ്ഞ സംഭവം ഇല്ല, പ്രകാശമില്ലാത്ത അവസ്ഥ. അതെ അതെ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രകാശത്ത് പ്രേതഭൂതാദികൾ. വേറൊരു സംഭവം വെച്ചാൽ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു ഇതായി വന്നപ്പോഴത്തേക്കും അന്ന് നമ്മളൊരു ധൈര്യം ഉണ്ടാക്കിയ ഒരു വെല്ലുവിളിയുടെ കാര്യം പറഞ്ഞതുപോലെ പോയി ശവക്കോട്ടയിൽ പോയി കിടന്നുറങ്ങി. അതിനകത്ത് ഒത്തിരിയും ഈ മാർബിളൊക്കെ ഇട്ട നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ശവക്കോട്ടയാണ്. അത് വൃത്തിയായിട്ട് കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ കിടന്ന് സുഖമായിട്ട് ഞങ്ങൾ 2-3 പേർക്ക് പോയി കിടന്നുറങ്ങി. പ്രേതത്തോടുള്ള പേടിയും പോയി. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഫോബിയാണ് ഒരു വിധത്തിലുള്ള. ഈ പ്രത്യേകം ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ഇത് ഈ ഫോബിയകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് പറയുന്ന പല അവിടെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഓവർ സെൻസിറ്റീവ് ആകുക. അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ CBTയിൽ ഉപയോഗിക്കുന്നത്, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് ആ ഇരുട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ്. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. ആ ഒരു സിറ്റുവേഷന് നമുക്ക് എക്സ്പോഷർ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ സ്വാമി രാമയുടെ ബുക്കിനത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹം ഇങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ചെല്ലാനായിട്ട് ഗുരു ഹിമാലയത്തിൽ നിന്ന് അയച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ടെമ്പിളിൽ കയറിയപ്പം അവിടെ കിടക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ അവിടെ വന്ന് ലേഡിയോട് ചോദിച്ചപ്പോൾ ഒരു പ്രായമായ ലേഡി പറഞ്ഞു അവിടെ വേണേൽ പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെന്ന് അവിടെ ഒരു ഇത് കിടന്ന് ഒരു പഴയ വൈക്കോലും കൊണ്ടൊക്കെ ഉള്ളൊരു സംഭവമാണ്. അവിടെ കിടന്നൊരു ബെഡ് പോലൊരു സാധനമുണ്ട്. അതിൽ പുള്ളി കയറി കിടന്ന്, ബെഡൊന്നും അല്ല, അതിൽ കിടന്ന് നല്ല നിലാവിളിച്ചുകൊണ്ട് പുള്ളി ഇത്ര നടന്നു വന്നതുകൊണ്ട് ക്ഷീണിച്ച് അവശനായി പുള്ളി എന്താ വെച്ച് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ നെഞ്ചത്ത് തന്നെ ഒരു കോബ്ര ഇങ്ങനെ നിൽക്കുക. സൈഡിലോട്ടൊക്കെ നോക്കിയപ്പോൾ അവിടെ എല്ലാം കോബ്രാസാണ്. അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ കോബ്രാനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോബ്രാസുണ്ട്. ഇങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരു പഠിപ്പിച്ച ഒരു ടെക്നിക്ക് ഈ കോബ്രയുടെ മൈൻഡിലേക്ക് ഇത് ചെയ്തുകൊണ്ട് ഒന്നിച്ച് അധിവസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫേവറബിളായിട്ടുള്ള ചിന്തകൾ എൻഗേജ് ചെയ്ത്, അപ്പം കോബ്രയെ ഇയാൾ ഗസ്റ്റായിട്ട് സ്വീകരിച്ചു. അപ്പോൾ കോബ്രയിലെ ദേഹത്തോടൊക്കെ അഴിഞ്ഞ് നടന്നു. കുറച്ചപ്പോൾ ഇയാൾ ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാരെല്ലാം ചുറ്റും അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അതിൽ കിടന്നുറങ്ങിയ സ്വാമി എല്ലാവരും തൊഴുത് പിടിച്ചുകൊണ്ട് അങ്ങനെ എന്താണെങ്കിലും ദിവ്യനാണ്, അല്ലെ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ അതിന് പാമ്പിന് പേടിയുണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ ഈ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിൽ നമ്മൾ ഇങ്ങനെയുള്ളടത്ത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അടുത്ത് ഉപയോഗിക്കുന്ന ഈ സിസ്റ്റമിക്സ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പാമ്പിനെ ഭയങ്കര പേടിയുണ്ട്. നിങ്ങൾക്ക് പാമ്പിനെ പേടി കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് മുട്ട വിരിഞ്ഞ ഒരു കിങ് കോബ്ര എടുത്ത് കൈ വെക്കുക, വിഷ്വലൈസ് ചെയ്യുക, ഒറിജിനലി വെക്കുകയല്ല, കൈ വെക്കുക. അതെടുത്തിട്ട് സൗന്ദര്യമൊക്കെ ഇങ്ങനെ നോക്കി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിനെടുത്ത് പോക്കറ്റ് വെച്ചു. അത് കഴിഞ്ഞ് ഇത് വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ പേരൊക്കെ ഇട്ടു. ഇതിന് മേശപ്പുറത്ത് വെച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം അപ്പോൾ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പേരൊക്കെ ഇട്ട് നിങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടുകാരനാണ്. ബെഡിലൊക്കെ കൊണ്ടിടും. നിങ്ങൾ ഉറങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കും പൊക്കോടാന്ന് പറഞ്ഞാൽ പോയി വിളിക്കും. പേര് വിളിച്ചാൽ ഉടനെ ഓടി വരും. അവനങ്ങനെ വളർന്നു. 3 മാസം കഴിഞ്ഞു.
1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2 അടി നീളമായാണ്. പക്ഷേ നിങ്ങൾ ഭയങ്കര അനുസരിക്കുക, നിങ്ങളുടെ കൂട്ടുകാരനാണ്, പെറ്റാണ്. അങ്ങനെ അടുത്ത വർഷമായി. അങ്ങനെ ഇവൻ 20 അടി നീളം വരെ നീണ്ടു. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ 2 അടി ഉയരം കൂടെ മുകളിൽ വന്ന് നിൽക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞ അപ്പം പൊക്കോളും. ഈ ഒരു സ്റ്റേജാണ്. അത് നിങ്ങളുടെ പെറ്റാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പാമ്പിനോട് നിങ്ങൾ ഡീസെൻസിറ്റൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചു, ഈ കോബ്രയ്ക്ക് പുറകിൽ നിന്ന് കണ്ണ് കാണത്തില്ല. അപ്പോൾ പുറകിൽ നിന്ന് അവനെ ഇങ്ങനെ ഒന്ന് തലയിൽ തലോടുക, പയ്യെ അത് കൂട്ടിക്ക് പിടിക്കുക. പിന്നെ അവനൊന്നും ചെയ്യില്ല. ഹെവിയായി പോകാതിരിക്കുക, അതിൻ്റെ ഉള്ളിൽ പിടിക്കുക. അവൻ്റെ ആ പല്ല് മാത്രം നമ്മുടെ ദേഹത്ത് കയറാത്ത രീതിയിൽ കൂട്ടിലിടുക. അവൻ്റെ സാധു ജീവിയാണ് എന്ന് പറഞ്ഞ് ഇതോടുകൂടി നമ്മുടെ പാമ്പിനെക്കുറിച്ചുള്ള പേടി തീർന്നു. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്യുന്നത്. അതിനെ ഉപയോഗിക്കുന്ന സൈക്കോളജി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, അത് NLPയുടെ ഒരു ഭാഗമായിട്ട് ഒത്തിരി ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു വെർച്വൽ റിയാലിറ്റി എക്സ്പോഷറൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ആ സംഭവത്തിൽ കൂടെ പോകുന്നതായിട്ടും. പിന്നെ ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ ഉണ്ട്. സൈക്കോളജിക്കലി ആ സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുന്ന ഇതുണ്ട്. പിന്നെ ഹിപ്നോതെറാപ്പി കൊടുത്തുകൊണ്ട്, ഒരു ഗൈഡഡ് ഹിപ്നോസിസ് കൊടുത്തുകൊണ്ട് സബ് മൈൻഡിനെ ഇതിനെ പേടി ഇല്ലാതാക്കുക, ഇതുമായിട്ട് ചേർന്ന് പോകുന്ന മെത്തേഡുണ്ട്. ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനകത്ത് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ സെയിൽസ് ക്ലോസിങ് ഒരുപാട് പേർക്ക് ഹോബിയുണ്ട്, ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സെയിൽസ് നടക്കുന്നതൊക്കെ കണ്ട് ഡീസെൻസിറ്റൈസ്ഡ് ആവും. അപ്പം ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ NLP സെയിൽസ് മാസ്റ്ററിലൊക്കെ അത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഒരു അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി, ഇത് ഇത്രയേ ഉള്ളൂ, അത് നമുക്കൊന്നും വരാൻ പോകുന്നില്ല, വന്നാലും ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരിത്. റിലാക്സേഷൻ ടെക്നിക്സ്, നമ്മുടെ ശരീരം മുഴുവൻ അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആങ്കറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റിലാക്സ് ചെയ്യാം. ഈ സംഭവം കാണുമ്പം മേലുദ്യോഗസ്ഥർ ഇപ്പോൾ ഒരിക്കലും എൻ്റെ അടുത്തൊരു DYSP ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന അതിനകത്ത് കരയുകയൊക്കെ ചെയ്തു. കാരണം ചെന്നാൽ DIG ഇങ്ങനെ അതിന് വഴക്ക് പറയുമ്പോഴത്തേക്ക് ഇയാൾ കരഞ്ഞു പോവാം. അപ്പം അത് നേരെ നമുക്ക് തിരിച്ചിട്ട് ആങ്കർ ചെയ്യാം. ഇയാൾ അട്ടഹസിക്കുവാണെങ്കിൽ അത്രയും നേരം കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് കൂടുന്നു. അങ്ങനെ ആങ്കർ ചെയ്ത് നമ്മൾ അഫർമേഷൻ കൊടുത്തിരുന്നാൽ മതി. അയാൾ എന്തെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം എനിക്ക് കൂടി വരുന്നു. അപ്പം പിന്നെ സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ ഒരു പരിധി വരെ ഇത് നമുക്ക് വായിക്കാം. അതിനകത്ത് ഇത് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ നല്ലതുപോലെ സ്ഥിതി ചെയ്യും. പിന്നെ ഒരു ബയോ ഫീഡ്ബാക്ക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഒരു പരിധി വരെ, ഇങ്ങനെ പല മെത്തേഡുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം ഡിസെൻസിറ്റൈസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഗ്രാജുവൽ സെൽഫ് എക്സ്പോഷർ അതുമായിട്ട് നമ്മൾ പേടിക്കുന്ന. അപ്പോൾ പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ കിട്ടും. പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ ജേണൽ ചെയ്യുക. അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൽ കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യ ഔഷധം പോലെ നമുക്ക് ഇത് മാറ്റുക. പിന്നെ ആർട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പേടിയുള്ളതിൻ്റെ പടം വരയ്ക്കുക, അതിൽ നമ്മൾ വിജയിക്കുന്നതിൻ്റെ പടം വരയ്ക്കുക. പിന്നെ എനർജി സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് EFTയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതുണ്ട്. റീഫ്രെയിമിങ് ആൻഡ് പോസിറ്റീവ് അഫർമേഷൻ ഭയങ്കര ഹൈലി ഇഫക്റ്റീവാണ്. ഏതാണ് റീഫ്രെയിം ചെയ്യുക. എനിക്ക് ആ പേടി വന്നുകൊണ്ട് എനിക്ക് ചില പ്രയോജനങ്ങളുള്ളത് ഞാൻ കണ്ടെത്തുക. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഫോബിയ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം, അക്സെപ്റ്റ് ചെയ്യണം, അതെനിക്ക് വിട്ട് കളയണം.